കോഴിക്കോട് കൊടുവള്ളിയിൽ മൊബൈൽ ഫോണിന്റെ EMI മുടങ്ങിയതിന് യുവാവിനെ ക്രൂരമായി മർദ്ദിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ചുവെന്ന് പരാതി ഉയർന്നു. താമരശ്ശേരി സ്വദേശി അബ്ദുറഹ്മാനാണ് പരിക്കേറ്റത്. സംഭവത്തിൽ 3 പേർ ഇപ്പോൾ കസ്റ്റഡിയിലുണ്ട്. നമുക്ക് പ്രതികരണം ഒന്ന് കാണാം. TVS ഒരു ലോൺ എടുത്തു. ഫോണിന് 3ാമത്തെ അടവാണ്. 2-ാം തീയതി എടുക്കേണ്ടതാണ്. അതിനുശേഷം ഇന്നലെ ഒരാഴ്ച കൊണ്ട് ഇങ്ങനെ വിളിച്ചു. 5 മണിക്കൊക്കെ വിളിച്ചു. പൊരിച്ച വീട്ടുകാരെ വിളിച്ചപ്പോൾ പിന്നെ ഇതാക്കുന്ന പറഞ്ഞ് അതിനുശേഷം പിന്നെ കൊല്ലും എന്നൊക്കെ പറഞ്ഞു. 3 പ്രാവശ്യം വിളിച്ച്. ഇനി ഇപ്പോൾ ഇവിടെ എവിടെ ഉള്ളതെന്ന് ചോദിച്ചാൽ അപ്പോൾ വേറെ ആളെ പേര് പറഞ്ഞാണ് വിളിച്ചെത്തിയത്. ചുങ്കത്തുള്ളതെന്ന പാട്ട് വന്ന ആള് വന്ന് 3 ആൾക്കാർ വന്ന് പിടിച്ച് കുത്തി വണ്ടി കയറ്റാൻ നോക്കി. പൊതറിയാരോ കുറെ ഇടിച്ച് അതിനുശേഷം കത്തിയെടുത്ത് കുത്തി. കത്തിയാരെന്നെടുത്ത് കുത്തി. കോഴിക്കോട് നിന്ന് നിഖിൽ പരമേശ് വിവരങ്ങളുമായി ചേരുകയാണ്. നിഖിൽ, EMI മുടങ്ങിയാലൊക്കെ ആളിനെ കയറി മർദ്ദിക്കുക എന്നൊക്കെ പറഞ്ഞാൽ എന്താ ഈ കേരളം? ഗുഡ് മോർണിംഗ്. അത് തന്നെയാണ് ഈ വാർത്ത കേട്ടപ്പോൾ നമുക്കും തോന്നിയത്. കാരണം കേവലം 28ഉം 27ഉം വയസ്സായ ചെറുപ്പക്കാരായ 3 പേരാണ് ഈ TVS ഫിനാൻസുമായി ബന്ധപ്പെട്ട 3 പേരാണ് ഇത്തരത്തിൽ അബ്ദുറഹ്മാനെ അതിക്രൂരമായി മർദ്ദിക്കുകയും കുത്തി പരിക്കേൽപ്പിക്കാൻ ശ്രമിക്കുകയും ഒക്കെ ചെയ്തത്. ഇന്നലെ രാത്രി 8 മണിയോട് കൂടിയിട്ടാണ് സംഭവം. താമരശ്ശേരി ചുങ്കത്തെ ഒരാളൊഴിഞ്ഞ ഭാഗത്തേക്ക് ഇയാളുടെ ഒരു സുഹൃത്താണെന്ന് പറഞ്ഞുകൊണ്ട് വിളിച്ചു വരുത്തുകയായിരുന്നു. അവിടെ വെച്ച് ഇവരുടെ താർ വാഹനത്തിലേക്ക് ഈ അബ്ദുറഹ്മാനെ കയറ്റാൻ ശ്രമിക്കുന്നു. ഇതിന്റെ കൗതുകകരമായിട്ടുള്ള കാര്യമെന്ന് പറയുന്നത് 36,000 രൂപയാണ് ഇദ്ദേഹം പുതിയ ഫോൺ വാങ്ങിക്കുന്നതിന് വേണ്ടി വായ്പ എടുത്തിരുന്നത്. അതിന്റെ കുടിശ്ശിക തുകയായിട്ടുള്ള, അതായത് അതിന്റെ EMI ആയിട്ടുള്ള 2,302 രൂപയാണ്. കേവലം 2,302 രൂപയാണ് അദ്ദേഹം അടയ്ക്കാനുണ്ടായിരുന്നത്. അത് 3ാമത്തെ EMI ആണ്. പലതവണ വീട്ടിൽ വരികയും അതിരാവിലെ പുലർച്ചെയൊക്കെ വിളിച്ച് ഭീഷണിപ്പെടുത്തുകയും ഒക്കെ ചെയ്തതിന്റെ പശ്ചാത്തലത്തിലാണ് അദ്ദേഹം ഈ അബ്ദുറഹ്മാൻ അല്പം കയർത്ത് സംസാരിച്ചത്. നമ്മൾ ഒരിക്കലും ഈ EMI വായ്പ എടുത്ത് നമ്മൾ സാധനങ്ങൾ വാങ്ങിക്കുമ്പോൾ അത് തിരിച്ചടക്കേണ്ട എന്നല്ല പറയുന്നത്. പക്ഷേ അതിന് നമ്മൾ പാലിക്കപ്പെടേണ്ടുന്ന ചില രീതികളുണ്ടല്ലോ, അതിവിടെ സംഭവിച്ചിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെ ഇദ്ദേഹത്തെ ആക്രമിക്കുന്നു, അതിക്രൂരമായി മർദ്ദിക്കുന്നു. തുടർന്ന് താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിൽ അബ്ദുറഹ്മാൻ ചികിത്സ തേടി. അവിടേക്ക് താമരശ്ശേരി പോലീസ് എത്തുകയും ഇയാളുടെ വിശദമായ മൊഴി രേഖപ്പെടുത്തുകയും ചെയ്തു. ഇതിന്റെ പശ്ചാത്തലത്തിലാണ് 3 പേരെ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് പിടികൂടുന്ന സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. TVS ഫിനാൻസിന്റെ ജീവനക്കാരായിട്ടുള്ള നരിക്കുനി പാറന്നൂർ സ്വദേശിയായിട്ടുള്ള നിതിൻ, ഈ പയ്യന് 28 വയസ്സാണ് പ്രായം. കോഴിക്കോട് എരഞ്ഞിക്കൽ മൊകവൂർ സ്വദേശിയായിട്ടുള്ള അഭിനന്ദനും 28 വയസ്സാണ് പ്രായം. അതോടൊപ്പം തന്നെ അഖിൽ 27 വയസ്സ്. അങ്ങനെ 3 പേരാണ് ഈ സംഭവത്തിന് പിന്നിലുണ്ടായിരുന്നത്. എന്താണ് ഇത്തരത്തിലുള്ള ഒരു തട്ടിക്കൊണ്ടുപോകൽ നാടകത്തിലേക്ക്, ആക്രമണത്തിലേക്ക് അവരെ നയിച്ച സാഹചര്യം എന്നുള്ളത് വ്യക്തമല്ല. എന്തായാലും ഈ തുക അടയ്ക്കാത്തതാണ് കാരണമെന്ന് പോലീസ് FIR അടക്കം വ്യക്തമായി പറയുന്നുണ്ട്. ഏതായാലും 3 പേരെയും ഇപ്പോൾ താമരശ്ശേരി പോലീസ് കസ്റ്റഡിയിലെടുത്തിരിക്കുകയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.